പലർക്കും പലതാണ് ഹോബി. പുസ്തകങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്നത് ഹോബിയാക്കിയ ഒരു ടീച്ചറുണ്ട് തിരുവനന്തപുരം ഗാന്ധിപുരത്ത്. ഇതിനകം തന്നെ ഖുറാനും ബൈബിളും രാമായണവും അടക്കം നിരവധി ഗ്രന്ഥങ്ങളാണ് ടീച്ചർ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയത്. പണ്ടൊരു പത്രത്തിൽ കണ്ട വാർത്തയാണ് ശാന്ത ടീച്ചറെ പകർപ്പെഴുത്തിലേക്ക് എത്തിച്ചത്. ബൈബിൾ പകർത്തിയെഴുതിയ ഒരു കന്യാസ്ത്രീയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അത്. ഖുറാനും ബൈബിളും രാമായണവും അടക്കമുള്ള മഹത് ഗ്രന്ഥങ്ങളാണ് ശാന്ത ടീച്ചർ ഇതിനകം പകർത്തിയെഴുതിയത്. 4 വർഷങ്ങൾ കൊണ്ട് 20ഓളം പുസ്തകങ്ങൾ, അതും ഇംഗ്ലീഷും ഹിന്ദിയും ഉൾപ്പെടെ. പ്രത്യേകമായി സമയമൊന്നും കണ്ടെത്താറില്ല. കിട്ടുന്ന നേരത്ത് എഴുതി അങ്ങനെ ഇരിക്കും. ജനുവരി 23 ലോക കയ്യെഴുത്ത് ദിനത്തോടനുബന്ധിച്ച് സിസ്റ്റർ റോസറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് 4 വർഷം എടുത്ത് ബൈബിൾ എഴുതുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്കൊന്ന് എഴുതിയാൽ എന്തെന്നുള്ള ആ ചിന്തയാണ് എഴുത്തിലേക്കും ഇപ്പോൾ തുടർന്ന് ഒരു പുസ്തകം, അതായത് മലയാളം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ, ഹിന്ദി ബൈബിൾ, ഭാഗവതം, ഖുറാൻ തുടങ്ങിയ 20 പുസ്തകങ്ങളിൽ ചെന്നെത്തി. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ബോധിവൃക്ഷത്തിൻ്റെ ഇലകൾ എന്ന് പറയുന്ന പുസ്തകമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർക്കൊപ്പം എന്തിനും കൂട്ടിന് ഭർത്താവുണ്ട്. 2018 സ്കൂൾ അധ്യാപികയായി വിരമിച്ച ടീച്ചർ ആദ്യം കൃഷിയെയാണ് കൂട്ടുപിടിച്ചത്. പിന്നീടാണ് എഴുത്തിലേക്ക് എത്തുന്നത്. 3992 പേജുള്ള ബൈബിൾ 292 ദിവസം കൊണ്ട് ടീച്ചർ എഴുതി തീർത്തു. ബൈബിളിന്റെ മലയാളം പതിപ്പ് മാത്രമല്ല, ഇംഗ്ലീഷ്, ഹിന്ദി പതിപ്പുകളും ഇതിനകം എഴുതി കഴിഞ്ഞു. തുടക്കത്തിൽ മഹത് ഗ്രന്ഥങ്ങളാണ് എഴുതാൻ തിരഞ്ഞെടുത്തതെങ്കിലും പിന്നീട് കാലം സാക്ഷി ഉൾപ്പെടെയുള്ള ജീവിത കഥകളും സാഹിത്യ സൃഷ്ടികളും എഴുതാനായി ടീച്ചർ തിരഞ്ഞെടുത്തു. നിരവധി സാംസ്കാരിക സംഘടനകൾ അഭിനന്ദിക്കാൻ മുന്നോട്ട് വരുന്നതും ടീച്ചർക്ക് പ്രചോദനമാണ്. 2021 ആദ്യത്തിലെ പത്ര റിപ്പോർട്ടിനെ തുടങ്ങി ആദ്യമായി കിട്ടിയ അവാർഡ് എന്ന് പറയുന്ന വായനാ പൂർണിമയുടെ സാഹിത്യ അവാർഡാണ് കിട്ടിയത്. അത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന വായനാ പൂർണിമ എന്ന സാഹിത്യ സംഘടനയാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് തന്നത്. അതിനെ തുടർന്ന് ധാരാളം അവാർഡുകൾ എല്ലാ വർഷവും എനിക്ക് കിട്ടാറുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പല പല വേദികളിലും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഒരു സന്തോഷ കാരണം. പകർത്തി എഴുതാനായി തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളിലും ടീച്ചർ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം ഒന്ന് വായിക്കും, പിന്നീട് അത് സ്വന്തം കൈപ്പടയിലേക്ക്. എന്തായാലും അടുത്ത പുസ്തകം പകർത്തി എഴുതുന്ന തിരക്കിലാണ് ശാന്ത ടീച്ചർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.